നമസ്കാരം. ഭൂമിയിലെ വൈകുണ്ഠമാണ് ഗുരുവായൂർ. ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്വർഗം തന്നെയാണ് ഗുരുവായൂരപ്പന്റെ ആ തിരുനട. എത്ര കണ്ടാലും എത്ര തവണ വന്നാലും എത്ര തന്നെ പ്രാർത്ഥിച്ചാലും മതിയാകാത്ത ഒരു അനുഭൂതിയാണ് ഭഗവാന്റെ നട. ഓരോ വിശ്വാസിക്കും ഭഗവാന്റെ അനുഗ്രഹ വർഷം ഇവിടെ അനുഭവിച്ചറിയുവാൻ സാധിക്കുക തന്നെ ചെയ്യും. ആ പുണ്യഭൂമിയിൽ എത്താൻ സാധിക്കുന്നത് തന്നെ മഹാഭാഗ്യം തന്നെയാകുന്നു. മുൻജന്മ സുഹൃതം തന്നെയാണ്. ഭഗവാൻ ഓരോ ഭഗവത് മനസ്സിലും നിറയുന്ന ദിവ്യ നിമിഷം കൂടിയാകുന്നു. ഇതിനാൽ തന്നെ വർഷത്തിൽ ഒരിക്കൽ ഓരോ ഭക്തരും കാത്തിരിക്കുന്നതായ ഒരു ദിവസമാണ് ഗുരുവായൂർ ഏകാദശി. ഈ വർഷത്തെ ഗുരുവായൂർ ഏകാദശി അടുത്തെത്തിക്കഴിഞ്ഞു. ഈ ദിനത്തിന്റെ സവിശേഷതയെക്കുറിച്ചും നാം ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യം പരാമർശിക്കാൻ പോകുന്നത് തിഥിയെക്കുറിച്ചാകുന്നു. തിഥിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാം. ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഡിസംബർ 11 വെളുപ്പിന് 3:42 ഏകാദശി തിഥി അവസാനിക്കുന്നത് ഡിസംബർ 12 അർദ്ധരാത്രി 1:09 ഏകാദശി അതിനാൽ ഡിസംബർ 11 ആചരിക്കുന്നതാണ്. തലേന്ന് ദശമിയും പിറ്റേന്ന് ദ്വാദശിയുമാകുന്നു. ഈ 3 ദിവസങ്ങൾക്കും വളരെയധികം പ്രാധാന്യം വന്ന് ചേരുന്നതാകുന്നു. അതായത് ഡിസംബർ 10 ചൊവ്വ, ഡിസംബർ 11 ബുധൻ, ഡിസംബർ 12 വ്യാഴം, ദശമി, ഏകാദശി, ദ്വാദശി എന്നീ ദിവസങ്ങൾ. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് വൃശ്ചിക ഏകാദശി ദിവസം മഹാവിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ വളരെയധികം ഫലങ്ങൾ ലഭിക്കും എന്നാണ് പറയുക. ഇതേ ദിവസം തന്നെ സർവ്വദേവീ ദേവന്മാരും മഹാവിഷ്ണുവിനെ ദർശിക്കാൻ എഴുന്നള്ളും എന്നും വിശ്വസിക്കപ്പെടുന്നതാകുന്നു. ഈ ദിവസം ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമായ കാര്യം കൂടിയാകുന്നു. ശ്രേഷ്ഠ വ്രതങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ ഏകാദശി. ഈ വ്രതത്തെ വിശ്വാസികൾ അത്രമേൽ പ്രാധാന്യത്തോടെ കണക്കാക്കുന്നതുമാണ്. ആഹാരമൊന്നും കഴിക്കാതെയാണ് വിശ്വാസികൾ സാധാരണയായി ഏകാദശി വ്രതം അനുഷ്ഠിക്കുക. ശാരീരിക അസ്വസ്ഥതകൾ ഉള്ളവരാണ് എങ്കിൽ അരിയാഹാരം മാത്രം ഒഴിവാക്കിയും വ്രതം അനുഷ്ഠിക്കുന്നതാകുന്നു. ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഈ ലോകത്തിൽ മാത്രമല്ല മരണാനന്തര ലോകത്തും ഇതിന്റെ ഫലങ്ങൾ ഉണ്ടാകും എന്നാണ് വിശ്വാസം. സാമ്പത്തികപരമായ നേട്ടങ്ങൾ, ഐശ്വര്യം, മനഃശാന്തി, രോഗശാന്തി തുടങ്ങിയ നേട്ടങ്ങൾ ലഭിക്കുന്നതുമാണ്. വിഷ്ണു പ്രീതിക്കും കുടുംബത്തിന്റെ ഐശ്വര്യത്തിനുമായും വിശ്വാസികൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതുമാണ്. ഏകാദശിക്ക് 1 മാസം മുൻപ് തുലാമാസത്തിലെ വെളുത്ത ഏകാദശി നാളിൽ ക്ഷേത്രത്തിൽ ചുറ്റുവിളക്കുകൾ ആരംഭിക്കുന്നതുമാണ്. ആദ്യത്തെ ചുറ്റുവിളക്ക് നടത്തുന്നത് പാലക്കാട് ജില്ലയിലെ അലനല്ലൂരിലെ പറമ്പോട്ട് അമ്മിണിയമ്മയുടെ പേരിലാണ്. കൂടാതെ വിവിധ വ്യക്തികളും സംഘടനകളും ഇതിനോടനുബന്ധിച്ച് വിളക്കുകൾ നടത്തി പോരുന്നുമുണ്ട്. അവയ്ക്ക് ഓരോന്നിനും നടത്തിപ്പുകാരുടെ പേരിനനുസരിച്ച് വിശേഷാൽ പേരുകളും പറയപ്പെടുന്നതാണ്. കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകർ നടത്തുന്ന കോടതി വിളക്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർ നടത്തുന്ന വിളക്കിന് SBI വിളക്ക്, കേരള പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്ന വിളക്കിന് പോലീസ് വിളക്ക്, അയ്യപ്പ സേവാ സംഘം നടത്തുന്ന വിളക്കിന് അതുമായി ബന്ധപ്പെട്ട പേര്, ക്ഷേത്രം പാരമ്പര്യാവകാശികളായ 10കാരുടെ വിളക്കിന് അതുമായി ബന്ധപ്പെട്ട വിളക്ക്, അങ്ങനെ നീണ്ടു പോകുന്നു പേരുകളുടെ നിര. ഏകാദശിക്ക് ഒരാഴ്ച മുൻപ് വരുന്ന പഞ്ചമി മുതൽ നവമി വരെയുള്ള വിളക്കുകൾ പാരമ്പര്യ വിളക്കുകൾ എന്ന് അറിയപ്പെടുന്നതാകുന്നു. മറ്റുമുള്ള വിളക്കുകൾ നടത്തുന്നത് പ്രത്യേകം ദിവസങ്ങളിലാണ് എങ്കിൽ ഈ വിളക്കുകൾ കൃത്യം ഒരേ ദിവസം തന്നെയാണ് നടത്തുന്നത്. ഇവ നടത്തുന്നത് ഓരോ കുടുംബക്കാരായതുകൊണ്ടാണ് പാരമ്പര്യ വിളക്കുകൾ എന്ന പേര് ഈ വിളക്കുകൾക്ക് വന്നത്. സപ്തമി വിളക്ക് നടത്തുന്നത് ഗുരുവായൂരിലെ പ്രസിദ്ധ ബ്രാഹ്മണ കുടുംബമായ നെന്മിനി മനക്കാരാണ്. ഈ വിളക്കിന് സവിശേഷാൽ പ്രാധാന്യമുണ്ട്. സാധാരണ വിളക്കുകൾക്ക് നെയ്യോ നല്ലെണ്ണയോ ആണ് ഉപയോഗിക്കാറുള്ളത് എങ്കിൽ ഇതിന് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. നെന്മിനി മനപ്പറമ്പിലെ തെങ്ങിൽ നിന്നെടുക്കുന്ന
വെളിച്ചെണ്ണ കൊണ്ടാണ് വിളക്കുകൾ തെളിയിക്കുന്നത്. വെളിച്ചെണ്ണ കൊണ്ട് വിളക്കുകൾ കത്തിക്കുന്നത് കൂടുതൽ ശോഭയുണ്ടാക്കും എന്നാണ് വിശ്വാസം. അങ്ങനെ ക്ഷേത്രം മുഴുവൻ ദീപപ്രഭയിൽ കുളിച്ച് നിൽക്കുന്ന കാഴ്ച മനോഹരം തന്നെയാണ്. അഷ്ടമി വിളക്ക് പുലിക്കീഴ് വാരിക്കാരും നവമി വിളക്ക് നടത്തുന്ന കൊളാടി വീട്ടുകാരുമാണ്. ദശമി ദിനത്തിലെ വിളക്ക് നടത്തുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റ് എന്ന സംഘടനയാണ്. ഏകാദശിയുമായി ബന്ധപ്പെട്ട് നിർമാല്യ ദർശനം, അതായത് ഏകാദശി ദിവസത്തിലെ നിർമാല്യ ദർശനം അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു. അന്നേ ദിവസം ചുറ്റുവിളക്കും ഉദയാസ്തമന പൂജയും ദേവസ്വം വകയാണ്. വ്രതവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ഒരു ചാന്ദ്രമാസത്തിൽ വെളുത്തതും കറുത്തതുമായി 2 പക്ഷങ്ങൾ ഉണ്ടാകും. ഇരു പക്ഷങ്ങളിലെയും 11ാം ദിവസമാണ് ഏകാദശി എന്നറിയപ്പെടുന്നത്. ഈ ദിവസം അനുഷ്ഠിക്കപ്പെടുന്ന വ്രതം വിഷ്ണു പ്രീതികരമായി കണക്കാക്കപ്പെടുന്നതുമാണ്. ഏകാദശിയുടെ തലേ ദിവസവും, അതായത് ദശമി, പിറ്റേ ദിവസം ദ്വാദശി കൂടി ഉൾപ്പെടുത്തുന്നതാണ് വ്രതം. തലേന്നും പിറ്റേന്നും ഒരിക്കലും ഏകാദശി നാളിൽ പൂർണ്ണ ഉപവാസവുമാണ് പരാമർശിച്ചിട്ടുള്ളത്. അത് സാധിക്കാത്തവർ തുളസി തീർത്ഥം സേവിച്ച് ദിവസവും കഴിക്കുന്നതുമാണ്, അഥവാ സേവിക്കുന്നതുമാണ്. പ്രഭാത സ്നാനത്തിന് ശേഷം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം, വിഷ്ണു പുരാണം, നാരായണീയം മുതലായ വൈഷ്ണവ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതും അത്യുത്തമം തന്നെയാണ്. ദ്വാദശി നാളിൽ രാവിലെ കുളിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പാരണ വീടുന്നതിലൂടെ വ്രതം അവസാനിക്കുകയും ചെയ്യുന്നു. ഏകാദശി വ്രതം 2 തരത്തിലുണ്ട്: ദശമി ബന്ധമുള്ളതും ഇല്ലാത്തതും. ദശമി ബന്ധമുള്ള ഏകാദശി അംബരീഷപക്ഷ ഏകാദശി അഥവാ ഭൂരിപക്ഷ ഏകാദശി എന്നും, ദ്വാദശി ബന്ധമുള്ള ഏകാദശി രുക്മാംഗ പക്ഷ ഏകാദശി അഥവാ ആനന്ദപക്ഷ ഏകാദശി എന്നും അറിയപ്പെടുന്നതാകുന്നു. ആദ്യത്തെ ഏകാദശി എടുക്കുന്നവർക്ക് സൂര്യോദയം മുതലാണ് ദിവസാരംഭം വരുന്നത്. ഇവരുടെ ചിട്ടയിൽ സൂര്യോദയം കഴിഞ്ഞ് 6 നാഴിക ഏകാദശി ഉണ്ട് എങ്കിൽ അന്ന് വ്രതം എടുക്കാവുന്നതാണ്. എന്നാൽ രണ്ടാമത്തെ കൂട്ടർക്ക് അരുണോദയം അഥവാ സൂര്യോദയത്തിനും 1.5 മണിക്കൂർ മുൻപ് മുതലാണ് ദിവസം ആരംഭിക്കുക. ഈ കൂട്ടർക്ക് ദശമി ബന്ധം പാടില്ല. തലേ ദിവസം ദശമി കുറച്ചുണ്ടായാൽ പിറ്റേന്ന് ഏകാദശി തീരെയില്ല എങ്കിൽ പിറ്റേന്നാണ് ഇവർ വ്രതം അനുഷ്ഠിക്കുന്നത്. കേരളത്തിൽ പൊതുവെ രണ്ടാമത്തെ ചിട്ട അനുസരിച്ചാണ് വ്രതം അനുഷ്ഠിക്കുക. ഏകാദശിയുടെ 2ാം പകുതിയും ദ്വാദശിയുടെ 1ാം പകുതിയും ചേർന്ന 60 നാഴിക സമയം ഹരിവാസരം എന്നറിയപ്പെടുന്നു. ഈ സമയത്ത് ഉറക്കം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നിഷിദ്ധം തന്നെയാണ്. അഖണ്ഡ നാമജപമാണ് ഈ സമയത്ത് വിധിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സമയം കഴിഞ്ഞാണ് പാരണ വീടുക. വീടുകളിൽ നോക്കുകയാണ് എങ്കിൽ ചെയ്യേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നിലവിളക്ക് 2 നേരം നിങ്ങൾ തെളിയിക്കണം. ഭദ്രദീപം അതേപോലെ തന്നെ നെയ്യൊഴിച്ച് തീർച്ചയായും നിങ്ങൾ ഈ വിളക്ക് തെളിയിക്കേണ്ടതാണ്. നെയ്യൊഴിച്ച് ഭദ്രദീപം തെളിയിക്കുക. ക്ഷേത്ര ദർശനം നടത്തുക. ഭഗവാന് പാൽപായസം നടത്തുകയോ അല്ലെങ്കിൽ ഭഗവാന് പാൽപായസം നേദിക്കുകയോ ചെയ്യുക. തലേന്നും പിറ്റേന്നും ഫലങ്ങൾ കൂടാതെ തേൻ എന്നിവ സമർപ്പിക്കുന്നതും ഉത്തമമാകുന്നു. മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. സൽചിന്തകളോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ദുഷ്ചിന്തകൾ ഒരിക്കലും മനസ്സിലേക്ക് കടന്ന് വരാൻ പാടുള്ളതല്ല. എപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടുക. രാത്രി കിടക്കുന്നതിന് മുൻപും രാവിലെ ഉണരുമ്പോഴും നാരായണ എന്ന് ഉരുവിടുക. വീടും പരിസരവും വൃത്തിയായി തന്നെ അഥവാ ശുദ്ധിയായി തന്നെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും വിശേഷമാകുന്നു. ശുഭവസ്ത്രം മുഷിഞ്ഞവ പാടുള്ളതല്ല. ശുഭവസ്ത്രം തന്നെ നിങ്ങൾ ധരിക്കണം. കീറിയ വസ്ത്രങ്ങളും പാടുള്ളതല്ല. ഭഗവാന്റെ അനുഗ്രഹം മണ്ണിലും മിണ്ണിലും നിറഞ്ഞു നിൽക്കുന്നതായ സമയം നമ്മുടെ വീടുകളിലും മനസ്സിലും ഭഗവാന്റെ അനുഗ്രഹ വർഷം നിറയുന്നതുമാണ്. ഭഗവാന്റെ അനുഗ്രഹത്താൽ മാത്രമേ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കൂ. എപ്പോഴും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതുമാണ്.